നമ്മുടെ നൂറയ്ക്ക് ഗ്രാൻഡ് ഫിനാലയുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അത് കൊടുപ്പിച്ചത് മറ്റാരെക്കൊണ്ടുമല്ല, ലാലേട്ടൻ കൊടുപ്പിച്ചത് നമ്മുടെ ആര്യനെ കൊണ്ടാണ്. ടാസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നൈസായിട്ട് ആര്യൻ്റെ അടുത്ത് പറഞ്ഞു, ആര്യൻ മോനെ നീ പോയിട്ട് അവിടെ പോയിട്ട് ഒരു സാധനം നൂറയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റിംഗ് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ആര്യനെ കൊണ്ട് കൊടുപ്പിച്ചു. എന്നിട്ടൊരു നൂറയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇത്രയും സ്പോർട്സ്മാൻമാർ ഇവിടെ ഉണ്ടായിരുന്നു, എക്സസൈസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, എൻഡ്യൂറൻസ് ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരുന്നു, എന്നിട്ടും ഒരു പെൺകുട്ടിക്ക് കിട്ടി ടിക്കറ്റ് ഫിനാലെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആര്യനാണ് അത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ആര്യനെ കൊണ്ട് കൊടുപ്പിച്ചു. ഇത് ആര്യനുള്ള ഒരു അടിയും കൂടിയായിരുന്നു. താൻ എന്തോ വലിയ സ്പോർട്സ്മാനാണ്, താൻ മാത്രമാണ് ഇവിടെ ടാസ്ക് ചെയ്യുന്നത്, താൻ ടാസ്കിൻ്റെ എന്തോ വലിയ ആളാണ് എന്നുള്ള അഹങ്കാരം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന ഒരാളാണ് ആര്യൻ. പലപ്പോഴും പറയുമ്പോഴും എല്ലാവരും പറഞ്ഞു ആര്യൻ 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 ആര്യന് മാത്രമേ പറ്റുള്ളൂ. നൂറ ഇവിടെ ടൂറിന് വന്നാണെന്ന് വരെ നമ്മുടെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയണ ലാലേട്ടൻ ഞാനത് തിരുത്തി. നൂറ ഭയങ്കര എഫേർട്ട് എടുത്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. നൂറയ്ക്ക് സ്വന്തമായിട്ട് ജയിക്കണമെന്നായിരുന്നു, മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, സ്വന്തമായിട്ട് ജയിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ മോൻ്റെ മുഖമൊക്കെ ഒന്ന് വിഷാദിക്കുന്നുണ്ട്. എന്തായാലും നൂറ ഡിസേർവ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അത് ആര്യനിട്ടൊരു പണി കൂടെയായിരുന്നു. ഇനി ഓവർ കോൺഫിഡൻസ് വേണ്ട എന്നുള്ളൊരു പണി കൂടെയായിരുന്നു. നമ്മുടെ ലാലേട്ടൻ വരെ നൂറയ്ക്ക് അവിടെ നിന്നുകൊണ്ട് കൈ കൊടുക്കുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു നൂറയുടെ. എല്ലാവരുടെയും മനസ്സിലൊരു വിങ്ങൽ, നമ്മുടെ അക്ബറിൻ്റെയും നെവീൻ്റെയും നമ്മുടെ അതേപോലെ ആര്യൻ്റെ മനസ്സിൽ. ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷം തന്നെയായിരുന്നു, എങ്കിലും ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ഗേള് ഡയറക്റ്റ് ടിക്കറ്റ് മേടിച്ചിരിക്കുകയാണ്. അപ്പം നൂറയ്ക്കൊരു ഹാർട്ട്സ് ഓഫ്. എന്തായാലും ആദില പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഒരു നിമിഷം അവർക്ക് ആ ഒരു മൊമെൻ്റ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻ്റ് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.